ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും അയാൻസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി കിടുക്കാച്ചി മീൻ കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അതും വളരെ പെട്ടെന്ന് അടിപൊളി രുചിയോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മീൻ കറി. അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാമേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയല മീനാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മീൻ ഒഴിച്ച് ഇത്തിരി ഏകദേശം വലിപ്പമുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. ഇത് രണ്ടാം പാലാണ്. ഒരു മുറി തേങ്ങയുടെ രണ്ടാം പാല്. നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ ഒരു മുറി മതിയാവും, അല്ലെങ്കിൽ 2 മുറി വേണം. ഇത് ഒന്നാം പാല് നല്ല കട്ടിക്ക് വേണം. ഒരു 3-4 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് ഒന്നാം പാൽ എടുക്കണം. രണ്ടാം പാലും ഒന്നാം പാലും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഇനി ആദ്യമേ തന്നെ ഒരു പാത്രം എടുക്കാം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ മീൻ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ എടുത്താൽ മതി. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ചേർക്കുന്നേക്കാളും ടേസ്റ്റ് ചതച്ചത് തന്നെയാണ്. അടുത്തതായിട്ട് ചെറിയ ഉള്ളി, ഒരു 5 അല്ലി ചെറിയ ഉള്ളി ഇതുപോലെ നന്നായിട്ട് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുമ്പോൾ ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് 2 സ്പൂണാണ് ചേർത്തത്. സാധാ മുളക് പൊടിയാണെങ്കിൽ അത്രയും ചേർക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി ഈ ഒരു കറിക്ക് വളരെ കുറച്ച് മതിയാവും, അതുകൊണ്ട് 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ആദ്യം ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് ഈ പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. നന്നായിട്ട് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാലും കൂടി ചേർത്ത് അതും കൂടി ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ആദ്യമേ തന്നെ ഫുള്ളായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണ്ട. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ട കെട്ടി കിടക്കാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഈ തേങ്ങാപ്പാലും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ആയിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാലിൽ നിന്നും പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി കുറച്ചും കൂടി ചേർത്ത് കൊടുത്ത് അങ്ങനെ പകുതിയോളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി ഞാനതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേവിയെല്ലാം തിളച്ച് വന്നതിന് ശേഷം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരെ അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് സാധാ പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളിയാണെങ്കിൽ പുളിക്ക് ആവശ്യത്തിന് കുടംപുളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്രേവി മിക്സ് ചെയ്യുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്തിട്ടില്ല. ഞാൻ സാധാരണ കറി തിളച്ച് വരുന്ന സമയത്താണ് ഉപ്പ് ചേർക്കാറ്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്തെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി ഈ ഗ്രേവിയെല്ലാം ഒന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരാൻ തുടങ്ങുമ്പോൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. മാറ്റി വെച്ചിട്ടുള്ള രണ്ടാം പാൽ അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നാം പാൽ ഏറ്റവും ലാസ്റ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അത് ഈ സ്റ്റേജിലൊന്നും ചേർത്തിട്ടില്ല. ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ബാക്കി വന്ന രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇനി അതിനെ തിളയ്ക്കാനായിട്ട് വിടാം. ഇനി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഗ്രേവി തിളച്ച ശേഷം മാത്രം ചേർത്താൽ മതി. അയലാവുമ്പം ഒരുപാടങ്ങ് വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കറി ഈ സമയത്തൊക്കെ ഒരു ഗ്രേവിൻ്റെ അടിപൊളി മണമാണ്. മണം മാത്രമല്ല ടേസ്റ്റും അടിപൊളി തന്നെയാണ്. ഞാൻ പല കറികളും ചെയ്യുന്നത് പരീക്ഷിച്ച് നോക്കി സക്സസ് ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു കറി ഞാനൊരു ഫേസ്ബുക്ക് ചാനലിൽ കണ്ടിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നി, നല്ല അടിപൊളി ടേസ്റ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും അതേ രീതിയിൽ ചെയ്തിട്ട് ഞാനിതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ കറിയൊക്കെ തിളച്ച് മീനൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നേരത്തേനേക്കാളും നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കറി വെച്ചത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലായതുകൊണ്ട് പിന്നീട് ഇതിലിരുന്ന് കറി കുറുകി വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ മൺചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ഒരുപാട് അങ്ങ് വറ്റിച്ച് കളയരുത്. പിന്നീട് മൺചട്ടിയിലിരുന്ന് പെട്ടെന്ന് അങ്ങ് വറ്റി കുറുകാൻ ചാൻസ് ഉണ്ട്.
ഞാൻ നന്നായിട്ട് കുറച്ചും കൂടി വറ്റിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 പാലും കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ അത് ഒരുപാടിട്ട് തിളപ്പിക്കാൻ പാടില്ല. തിളക്കേ വേണ്ട. 1/4 പാലും കൂടി ചേർത്ത് കൊടുത്താൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറി ഇതുപോലെ അങ്ങ് മാറ്റി വെച്ച ശേഷം ഇനി അടുത്തൊരു സ്റ്റേജും കൂടിയുണ്ട്. ഇതിലേക്ക് ഉള്ളിയും കടുകും എല്ലാം കൂടി വറുത്തിടണം. ഇനി ആ ഒരു പ്രൊസീജിയറും കൂടെ ആയാലേ ഇതിൻ്റെ പൂർണ്ണതയിൽ എത്തുള്ളൂ. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ആ പാൻ ചൂടാവുമ്പോൾ കടുക് വറുക്കാൻ ആർക്കും അറിഞ്ഞുകൂടാതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. എന്നാലും ഞാൻ ചെയ്തത് അതുപോലെ ഒന്ന് പറഞ്ഞു തരുന്നു. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് ഓയിൽ ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി ഒരുപാട് അങ്ങ് കുറഞ്ഞും പോകരുത്, ഒരുപാട് കൂടിയും പോകരുത്. ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു കറിക്ക് ലാസ്റ്റ് ഇതുപോലെ വറുത്തൊഴിക്കുന്നതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റിലെത്തുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഇതുപോലെ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. നന്നായിട്ട് ഉള്ളി മൂത്ത് വന്നതിന് ശേഷം മാത്രമേ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവൂ. എനിക്കിപ്പോൾ ഏകദേശം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മാത്രം മതി. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വരണം. ഇനി നേരെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നീട് ഈ കറി ഒരു 4-5 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് എടുക്കുന്നതെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഞാൻ സാധാരണ ചെയ്യാറ് രാത്രിയിൽ കറി ഇതുപോലെ വെച്ചേക്കും. എന്നിട്ട് രാവിലെ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റിൽ കിട്ടും. നിങ്ങളും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ ഉള്ളിയും കൂടി മൂപ്പിച്ചിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലെയുള്ള അടിപൊളി റെസിപ്പീസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഒരു കിടുക്കാച്ചി ഐറ്റം, ഈ ഒരു കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ. By Ayan's World.